നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി കൃഷ്ണ, അശ്വനി മഠം ആയുർവേദ ഹോസ്പിറ്റലിലെ ശാലാക്യതന്ത്ര വിഭാഗം ചീഫ് കൺസൾട്ടൻ്റ് ആണ്. ശാലാക്യതന്ത്രം എന്നത് നമ്മുടെ ആയുർവേദത്തിലെ ഒഫ്താൽമോളജി, ENT ആൻഡ് ഓറൽ ഡിസീസസ്, അതായത് നേത്രരോഗങ്ങൾ, ENT രോഗങ്ങൾ, മുഖരോഗങ്ങൾ, അതായത് നമ്മുടെ വായുമായി റിലേറ്റ് ചെയ്തു വരുന്ന അസുഖങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. ഇതിൽ തന്നെ നേത്രരോഗ വിഭാഗത്തിന് അനന്തമായ ചികിത്സാ സാധ്യതകളുള്ള മേഖലയാണ്. നമുക്കറിയാം, ഇന്നത്തെ ജീവിതചര്യ കൊണ്ടും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന സ്ക്രീൻ ടൈം, നമ്മുടെ ചുറ്റുമുള്ള മലിനീകരണം, നമ്മുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്നിവ കൊണ്ട് നമ്മുടെ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും നേത്രരോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതിനുദാഹരണമാണ് കണ്ണടകളുടെ ഉപയോഗം കൂടി വരുന്നത്. കണ്ണിനുണ്ടാകുന്ന വരൾച്ച, കണ്ണിന് തിമിരം പോലെയുള്ള അസുഖങ്ങൾ വളരെ നേരത്തെ തന്നെ, പ്രായമാകുന്നതിന് മുൻപേ തന്നെ തിമിരത്തിൻ്റെ ആരംഭം ഉണ്ടാവുന്നത് മുതലായ രോഗങ്ങൾ. ഇതിനെല്ലാം തന്നെ ആയുർവേദത്തിലൂടെ ശാലാക്യതന്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള നേത്രക്രിയാകൽപ്പങ്ങളിലൂടെയും മറ്റ് ഔഷധങ്ങളിലൂടെയും വളരെ പ്രയോജനപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം അലർജിയുടെ ഇൻസിഡൻസും വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന അലർജിക് റൈനൈറ്റിസ്, അതിനെ അനുബന്ധിച്ച് വരുന്ന സൈനസൈറ്റിസ് മുതലായ രോഗങ്ങൾക്ക് നസ്യം എന്ന ചികിത്സാക്രമത്തിലൂടെ വളരെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കർണരോഗങ്ങൾ, ചെവിക്കുണ്ടാകുന്ന കേൾവിക്കുറവ്, ചെവിയിൽ പലതരത്തിലുള്ള ശബ്ദം കേൾക്കുക, അങ്ങനെയുള്ള രോഗങ്ങളും വളരെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാവുന്നതാണ്. മുതിർന്നവരിൽ കണ്ടുവരുന്ന നേത്രരോഗങ്ങളായ പ്രമേഹം ബാധിച്ചിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്കുലർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായി നമ്മൾക്ക് അതിൻ്റെ കാരണം കണ്ടെത്തി ജീവിതചര്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും കണ്ടെത്തി അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ക്രിയാകൽപ്പങ്ങളും അതോടൊപ്പം തന്നെ ജീവിതചര്യകൾ ക്രമീകരിച്ചുകൊണ്ടും നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാവുന്നതാണ്. ഈ ചികിത്സകളിലെല്ലാം തന്നെ നമ്മൾ രോഗികളുടെ അവസ്ഥയും രോഗത്തിൻ്റെ മൂലകാരണവും മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ പേഷ്യൻറ്റിനും അല്ലെങ്കിൽ അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ക്രിയാകൽപ്പങ്ങൾ, നേത്രക്രിയാകൽപ്പങ്ങളായാലും നസ്യം മുതലായ മറ്റു ക്രിയാകൽപ്പങ്ങളെല്ലാം നിർദ്ദേശിച്ച് വിദഗ്ധരായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വളരെ പ്രാഗൽഭ്യം നേടിയ തെറാപ്പിസ്റ്റുകൾ വഴിയാണ് നമ്മളിവിടെ ചികിത്സ ചെയ്യുന്നത്. അതും ഏറ്റവും നൂതനമായിട്ടുള്ള മോഡേൺ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിനോട് കൂടിയാണ് നമ്മളിവിടെ രോഗനിർണയവും നടത്തുന്നത്. അശ്വനി മഠം ആയുർവേദ ഹോസ്പിറ്റലിലെ ശാലാക്യതന്ത്ര വിഭാഗത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ശാലാക്യ OPD പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ബുക്കിംഗ് മുഖേനയോ അഥവാ നേരിട്ട് വന്നോ OPയിൽ സേവനം ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ചികിത്സാക്രമങ്ങളും നമുക്ക് OP വിഭാഗത്തിലും, അതായത് ദിവസേന വന്നു പോയുള്ള രീതിയിലും അതുപോലെ തന്നെ IP വിഭാഗത്തിലും ലഭ്യമാണ്. കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ പാക്കേജസ്, IT പ്രൊഫഷണൽസിനായിട്ടുള്ള ഡ്രൈ ഐ പോലെയുള്ള അസുഖങ്ങൾക്കുള്ള ഐ പാക്കേജസ്, അതുപോലെ തന്നെ ഹെഡേക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ ക്ലിനിക്ക് എന്നിവ നമ്മുടെ പ്രത്യേകതകളാണ്. നേത്രരോഗ നിർണയത്തിന് കാഴ്ച പരിശോധനയ്ക്കായി ഡിജിറ്റൽ ഐ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് വിഷൻ ടെസ്റ്റിംഗ്, സ്ലിറ്റ് ലാമ്പിൻ്റെ സഹായത്തോടു കൂടിയുള്ള കണ്ണിൻ്റെ പരിശോധന, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടോസ്കോപ്പി എല്ലാം തന്നെ നമ്മുടെ അശ്വനി മഠം ആയുർവേദ ശാലാക്യ വിഭാഗത്തിൽ ലഭ്യമാണ്. ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സയ്ക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് നേത്രരോഗങ്ങളിൽ നേത്രക്രിയാകൽപ്പങ്ങൾക്കുള്ള പ്രാധാന്യം. നേത്രക്രിയാകൽപ്പങ്ങൾ പ്രധാനമായും 7 ചികിത്സകളാണ്. നേത്രസേകം, ആശോധനം, പിണ്ടി, ബിഡാലകം, തർപ്പണം, പുടഭാഗം എന്നിവ. ഇവയെല്ലാം രോഗിയുടെ അവസ്ഥയും രോഗാവസ്ഥയും നിർണയിച്ച് അതിനനുപാതികമായി വേണ്ടുന്ന ദ്രവ്യങ്ങളോടുകൂടി ഡോക്ടറുടെ ഒരു മേൽനോട്ടത്തോടു കൂടി ചെയ്യുന്ന വളരെയധികം പ്രാധാന്യമുള്ള ചികിത്സാ രീതികളാണ്.